ആനകൾ പരിസ്ഥിതിയിൽ എത്രമാത്രം ആവശ്യമാണ്. കാടുകൾ നിലനിർത്താൻ ആനകൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? ഞാൻ VM സാദിഖലിയാണ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. കാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു അനിമലാണ് ആനകൾ എന്ന് പറയുന്നത്. ആനയുള്ളൊരു കാട് എന്ന് പറയുന്നത് നല്ല വനമായിരിക്കും എന്നുള്ളതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കാടുകളിൽ ധാരാളമായിട്ട് മരങ്ങളിലൊക്കെ വള്ളികളൊക്കെ ഉണ്ടായിരിക്കും. വള്ളികൾ ധാരാളമായിട്ട് കയറിയാൽ ഈ മരങ്ങളൊക്കെ നശിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള വള്ളികളും ചെറിയ ചില്ലകളൊക്കെ ഒടിച്ചിട്ട് എന്ത് ചെയ്യും? ആന ഭക്ഷിക്കും. ബാക്കിയുള്ള വള്ളികളും ചില്ലകളും ആന അവിടെ ഇട്ട് പോകും. മുഴുവനായിട്ട് ആന ഭക്ഷിക്കില്ല. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മാനുകളും അതുപോലെ കാട്ടുപോത്തുകളും കാട്ടികളും ഒക്കെ എന്ത് ചെയ്യും? ഇത് ഭക്ഷിക്കും. മലാനുകളൊക്കെ ഇത് ഭക്ഷിക്കും. അപ്പോൾ അവർക്കും കൂടെ സഹായിക്കുന്ന രൂപത്തിലാണ് ആനത് ചെയ്യുന്നത്. ഏകദേശം ആനകൾ 212 തരം ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് ഭക്ഷിക്കുന്നുണ്ട്, സസ്യങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ കായ്കളും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭക്ഷിക്കും. ആന പല ഭാഗങ്ങളിലായിട്ട് ഒരു ദിവസം 20-ലധികം കിലോമീറ്ററുകൾ ആനകൾ സഞ്ചരിക്കുമെന്നുള്ളതാണ് പഠനം. ആന പിണ്ടടും, അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? വിത്തുകൾ മുളക്കും. ഈ വിത്തുകൾ മുളക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആനപ്പിണ്ടത്തിലുണ്ട്. കാരണം അതിൽ വെള്ളമുണ്ട്, അതിൽ പ്രോട്ടീനുണ്ട്, ഓക്സിജനും കിട്ടാനുള്ള സംവിധാനമുണ്ട് ഈ ആനപ്പിണ്ടത്തിൽ. പുതിയൊരു വെജിറ്റേഷൻ ഉണ്ടാകാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും ഈ ആനത്താര ആശ്രയിച്ചിട്ടാണ് കാട്ടിലൂടെ സഞ്ചരിക്കുന്നത്. കാടിലൊരു വഴിയൊരുക്കാൻ ആനകൾ സഹായിക്കുന്നുണ്ട്. കാട് നിലനിർത്താൻ ആനകൾ സഹായിക്കുന്നുണ്ട്. ഇടതൂർന്ന കാടുകളായിരിക്കും പല സ്ഥലങ്ങളിലും. അപ്പം അടിക്കാടുകൾ ഉണ്ടാവാൻ സാധ്യത കുറവുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആനകൾ കൊമ്പുകളും ചില്ലകളൊക്കെ ഒടിക്കുന്ന സമയത്ത് അവിടെ ഒരു ഓപ്പണിങ് കിട്ടും. കനോപ്പിയിൽ ഒരു ഓപ്പണിങ് ഉണ്ടായിട്ട് വെളിച്ചം വരുന്ന സ്ഥലത്ത് പുതിയൊരു വെജിറ്റേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആനകൾ സഹായിക്കും. ആന ഉള്ള കാട് എന്ന് പറയുന്നത് നല്ല വനമായിട്ടും നല്ല കാടായിട്ടുമാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് ആനകളെ സംരക്ഷിക്കണം. ഇന്ന് ഓഗസ്റ്റ് 12 ഈ ഓഗസ്റ്റ് 12 പ്രത്യേകത ഉണ്ട്. വേൾഡ് എലിഫൻ്റ് ഡേ ആണെന്ന്. എല്ലാവർക്കും വേൾഡ് എലിഫൻ്റ് ഡേ ആശംസിക്കുന്നു.